അല്ല രാവിലെ 2 പട്ടി കൂടെ കിടന്ന് വഴി കിടന്ന് കറങ്ങുന്നേ. അവിടെ പൂച്ച വരുന്നു, കറുത്ത കൊണ്ട്. രാവിലെ എന്തെങ്കിലും കഴിച്ചോ പട്ടിയൊക്കെ? അതുകൊണ്ട് അവിടെ തള്ളപ്പൂച്ച കിട്ടുന്നില്ല. അപ്പം ഈ വലയെല്ലാം ഒന്നുമില്ലേ, മൊത്തം ഉണ്ട് ചപ്പ് കയറി കിടക്കുക. അതുകൊണ്ട് അബദ്ധയിലും അവിടെ തീറ്റയെല്ലാം കിടപ്പുണ്ടോ? ആ പട്ടി അവിടെ പോയി നിൽക്കുന്നു. മത്തിത്തലയോ ഇട്ട് കൊടുത്തോ? അതായിരിക്കും ഈ പൂച്ച ഇവിടെ മണപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടി ഉണ്ടാക്കരുത്. അവിടെ ഞങ്ങളുടെ പൂച്ചയത്, ഇതപ്പുറത്തെ പട്ടിയാണ്. അവിടെ കോഴിയും വന്ന് മാറി ഒറ്റയ്ക്കേ ഉള്ളൂ ഈ കോഴി. എവിടെ പോവാ? കഴിച്ചോടാ നീ രാവിലെ? എന്തേ? അതവിടെ തന്നെ നിൽക്കുക. അയ്യോ, മറ്റേ പട്ടി അങ്ങ് പോയി. ഞാൻ പോവാ. നീ എവിടെയാണ് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നേ? മാറ് വഴിയിൽ നിന്ന്. കൃത്യം വഴി നടുക്കാൻ നിൽക്കുന്നു. മാറ്. അത് മാറത്തില്ലത്. അല ഇടുന്നുണ്ടോ ഇന്ന്? ഇടുന്നില്ലേ? മൊത്തം ചുരുങ്ങി കിടക്കും. അത് ഇങ്ങനെ കിടക്കുന്നേ. നീ ആണോ പട്ടി ഇങ്ങനെ ഇരിക്കുന്നേ? നീ ആണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. എന്താണ് ഇരിപ്പുണ്ടോ? അല്ലേ, മീനില്ല. ഇത് മീനല്ലത്. ബിസ്ക്കറ്റായത്. ബിസ്ക്കറ്റ് പാർലേജിയുടെ 2 ചെറിയ പാക്കറ്റും പഞ്ചസാര. പുതിയ കുടയാ. മറ്റേ കുട അങ്ങ് പോയി. 420 രൂപ. ഡോക്ടറിനെ അറിഞ്ഞ് എല്ലാം ചെറിയ വാഴക്കൊലയാണ്. അതാണ് എടുക്കുന്നത്. പാണ്ട വലിയ ഒരെണ്ണം നിൽക്കുന്നു. ഓ, എല്ലാം ചെറുതാ. അല്ല, ഇടയ്ക്ക് താണ്ടിരിക്കുന്നു. ആ കുഞ്ഞമ്പടിയുടെ വളമൊക്കെ ഇട്ട് കൊടുക്കാത്തോണ്ടായിരിക്കും. അതിൽ ഇങ്ങനെ കൂട്ടം കൂടിയല്ലേ നിൽക്കുന്നത്. അതാ അത് കൂട്ടം കൂടിയിരിക്കുന്ന കുറേ വെട്ടിക്കളയണം, അല്ലെ ചവിട്ടിക്കളയും. പോടാ, നീ പൊക്കൂ. എൻ്റെ കൂട്ടത്തിലുള്ള എന്തിയാ കറുത്ത മതി? കറുത്ത മതിയെന്ന്. അതുപോലെ മീൻതല കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ചീരയെല്ലാം അരിയായി, നല്ലോണം ആയി. മഴ പെയ്യാൻ പോകുമെന്ന് തോന്നുന്നു. മൊത്തം ഈ 2 മൂടി കിടക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയും കുറേ വാഴയുണ്ട്. അതുകൊണ്ട് ഇവിടെയുണ്ട്. ഒരു ദിവസം വേറൊരു നല്ലൊരു വ്ളോഗ് എടുക്കണം ഈ വാഴയുടെ എല്ലാം കൂടെ. ഇവിടുത്തെ എല്ലാം ചെറുതാണ് വാഴ. നടക്കടാ, വാ.
നടക്ക് രണ്ടുപേരും നടക്കടാ പൂച്ച. ഇതിനകത്ത് ബിസ്ക്കറ്റ് ഉണ്ട്, ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് തരാം. വാ, നീ നടക്ക്. അതുകൊണ്ട് ഇപ്പം അടി ഉണ്ടാവും. കണ്ടപ്പോൾ ഞങ്ങളുടെ ചക്കിപ്പൂച്ചയായിട്ട് അതാണ്ടേ അത് ആരയ്ക്കാൻ തുടങ്ങി. ആ, എന്തിനാ കരയുന്നേ? ഇപ്പം വന്നോണ്ടാണോ? വന്നോണ്ടാണോ? കരയണ്ട. എൻ്റെ പിള്ളേരെന്തിയെന്ന് കണ്ടാകുമ്പോൾ വന്നിരിക്കുന്നുണ്ടോ? അത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. നീയൊക്കെയല്ലേ ഗുസ്തി. കണ്ടോ അതിനെ ആ പട്ടി കണ്ട അന്നേരം ബഹളമാണ്. കയറ് അകത്ത് കയറാൻ. ആ കരയാതെ അകത്ത് കയറ്. ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് തരാം. നിനക്ക് ഇട്ട് തരാം കേട്ടോ. നീ അവിടെ ഇരി. നടക്കേ എല്ലാം നടക്കേ. അതൊന്ന് ബിസ്ക്കറ്റ് എടുക്കട്ടെ. ഈ പൂച്ചയും പട്ടി ഓർത്ത ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഭയങ്കര മധുരം, അത് കാരണം ഞാൻ കഴിക്കാറില്ല. കരയണ്ട, ഞാൻ ഇപ്പം ഇട്ട് തരാം. വേണ്ടതേ ഞങ്ങളുടെ പുതിയ പൂച്ച കുഞ്ഞുങ്ങൾ. ഇപ്പോൾ കഥ തുറക്കാൻ പറ്റില്ല. കഥ തുറന്ന ഇവൻ അന്നേരം പരിക്കകത്ത് കയറും രണ്ടെണ്ണവും. എന്തായാലും നോട്ടം കണ്ടോ എൻ്റെ? കണ്ടോ? നീന്തലൊന്നും അല്ല. വാ, പ്ലാസ്റ്റിക് എടുത്ത് കളഞ്ഞില്ല. വേണം കെട്ടി വെക്കാൻ എടുത്തു. നല്ല നോട്ടം കണ്ടു. നീ എന്നാണ് ഇങ്ങനെ നോക്കുന്നേ? ഞാനിങ്ങനെ നോക്കുന്നതെന്ന് തുറിച്ചാ നോക്കുന്നേ. നടക്ക്. വാ നീ നടക്ക്. കൂടെ കടിച്ചുകൊണ്ടിട്ടിരിക്കുന്നുണ്ടോ? അവനവിടെ ഇട്ടിട്ടുണ്ട്. അവനും കൊണ്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് കാര്യം. എന്നിട്ടേ ഇവരെ കൊടുക്കാം. വാ ഉണ്ടേ. അയ്യോ, അതിനെ ഇപ്പം കടിച്ചേനെ. നീ നീ അകത്ത് കയറി പൊക്കോ. ചെല്ല. കണ്ടത് പേടിച്ച് പോയത്. അതിനകത്ത് ചീറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ വീണ്ടും ചീറ്റുന്നവൻ. നീ എന്തിനാടാ പൂച്ച കുഞ്ഞിനെ ചീറ്റുന്നേ? എന്തിനാന്ന്? തൊഴുവാങ്ങും കേട്ടോ. ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കട്ടെ. പാർലേജി 100 ഗ്രാം. ഗ്രാം 10 ഗ്രാം എക്സ്ട്രാ. നമ്മുടെ ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഇനി ഇട്ട് കൊടുക്കട്ടെ. ആദ്യം 2-3 ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിന്നുന്നുണ്ടോ നോക്കണം. എന്നിട്ട് ബാക്കി കൊടുക്കാം. വാലാട്ടും ഒന്നും വേണ്ട, ഇട്ട് തരേക്കും. തിന്നുന്നുണ്ട്. എന്നാ ഇവിടെ ഇട്ടാണ്ട് വിട്ട് വേണ്ട ബാക്കിയും കൂടെ 3 സ്റ്റാർട്ടറോടെ ഇട്ട് കൊടുത്തേക്കാം. വേണ്ടേ പൊക്കെ കേട്ടോ. വന്നിട്ട് അത് എന്നിട്ട് പട്ടി അത് തികയത്തില്ല. ഒന്നുകൂടെ വേണ്ട 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിന്നോണം കേട്ടോ, ഇട്ടിട്ട് പോകരുത്.
ഞങ്ങളുടെ പൂച്ച അവിടെ നിന്നുണ്ട് ഞരങ്ങ മൂളും ചെയ്യുന്നു ഇതിലിട്ട് കൊടുത്തപ്പോഴത്തേക്ക്. ആ കൊച്ചു പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ വെള്ളം ഉണ്ടായിരിക്കും. കഴിഞ്ഞു. നീ പൊക്കോട്ടോ. പൊക്കോ പൊക്കോ പൊക്കോ. ആർക്കും ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ബിസ്ക്കറ്റ്. 2 എണ്ണം അവർക്കും ഇട്ട് കൊടുക്കാം. എന്നാടാ എന്നാടി? എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നത്? നീ എന്തിനാടാ കരയുന്നേ? രാവിലെ ഇട്ട് വന്ന ബിസ്ക്കറ്റ് അല്ല ബ്രെഡ് ഇട്ട് കൊടുത്താ വേണ്ടേ? വാ കഴിക്ക്. എന്ത് കരയുന്ന എന്തിനാ? വാ അവിടെ ബിസ്ക്കറ്റ് ഇട്ട് തന്നിട്ടുണ്ട് മേളി പോയതില്. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, കഴിക്കണ്ട. നിനക്കും വേണ്ടടാ. ആ പൂച്ചക്കുഞ്ഞ് വന്നപ്പോൾ ഏതാണ്ട് അവൻ പോയി. ആ പട്ടിക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തു. നീ അതിൻ്റെ ഇടയ്ക്ക് ചെല്ലണ്ട, അവൻ കടിക്കും നിന്നെ കേട്ടോ. കടിക്കുമെന്ന് അത് നിനക്ക് പോകണ്ട. ഓക്കെ, എന്നാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ്. അതുകൊണ്ട് ആ പൂച്ചക്കുഞ്ഞിൻ്റെ പുറന്നാക്കി കൊടുക്കുന്നു തള്ളപ്പൂച്ച. ഭയങ്കര സ്നേഹമല്ല മക്കളോട്. ആ പെരുക്കെ അത് തീർച്ചു പോകുന്നു. അത് വീണ്ടും ആ വലിയ പൂച്ചയുടെ അടുക്കെ പോവുക. അവള് നീ പൊക്കോടാ. ഇനി നാളെ കേട്ടോ, നാളെ ഇട്ട് തരാം. നീ വാലാട്ടി നിൽക്കുകയൊന്നും വേണ്ട, പൊക്കോ. നാളെ ഇട്ട് തരാം. പൊക്കോ. അതുകൊണ്ട് അത് വീണ്ടും ഇതിൻ്റെ പുറകെ വരിക അടി ഉണ്ടാക്കാൻ. എല്ലാം മാറ്.